അസ്സാം വലൈക്കും ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈമുൻസ് കിച്ചൺ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് രണ്ട് തരം സൂപ്പുമായിട്ടാണ്. ബീഫ് സൂപ്പ് അതേപോലെ തന്നെ ചിക്കൻ്റെ സൂപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല മഴയൊക്കെ ആയിരിക്കുമ്പോൾ വൈകുന്നേരം ഇതേപോലെ നല്ല ചൂടുള്ള സൂപ്പും ബന്നോ റൊട്ടിയോ ഒക്കെ കൂട്ടി തിന്നുക എന്നുള്ളത് ഭയങ്കര ടേസ്റ്റുള്ളൊരു കാര്യമല്ലേ അല്ലേ? പ്രത്യേകിച്ചും ഇത് തടി പോറ്റുന്ന മാസം, കർക്കിടക മാസവും. അപ്പം തീരെ മെലിഞ്ഞവർക്കൊക്കെ ഇത് നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. ബീഫിൻ്റെ സൂപ്പും അതേപോലെ തന്നെ ചിക്കൻ സൂപ്പും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ രണ്ടും ഉണ്ടാക്കാൻ ഏകദേശം ഒരേ മെത്തേഡ് തന്നെയാണ്, ഒരേ ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ് ചേർക്കുന്നത്. പിന്നെ ബീഫായാലും ചിക്കൻ ആയാലും എടുക്കുമ്പോൾ എല്ലോട് കൂടിയിട്ടുള്ളത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ബാക്കിയൊക്കെ സെയിം ആണ്. അപ്പം നമുക്ക് ആദ്യം ബീഫിൻ്റെ സൂപ്പ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം ഞാനിപ്പം ബീഫ് നന്നായിട്ട് കഴുകിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 250-300 ഗ്രാമോളം ബീഫ് ഉണ്ടാവും. ഇതിപ്പോൾ എല്ലാം കൊട്ടും ഒക്കെ കൂടിയിട്ടുള്ള ചെറിയ പീസൊക്കെ ആയിട്ടുള്ള ബീഫാണ്. ഈ സൂപ്പ് ഉണ്ടാക്കുമ്പം എല്ലാം കൊട്ടൊക്കെ ഉള്ളതാണ് നല്ലത്. പ്രത്യേകിച്ച് ആ മജ്ജയുടെ കൊട്ടൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഒരു ടേസ്റ്റൊക്കെ ഇറങ്ങും. അപ്പോൾ ഈ ബീഫ് ഇനി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടെ ചേർത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് അപ്പാടെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 4-5 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവുള്ളതാണെങ്കിൽ അതിൻ്റെ അളവ് കുറക്കുക പച്ചമുളകിൻ്റെ, കാരണം നമ്മളിനി ലാസ്റ്റ് കുരുമുളക് ചേർത്ത് കൊടുക്കും. അപ്പോൾ എല്ലാം കൂടി ആകുമ്പം ഒരുപാട് എരിവായാൽ നമുക്ക് കുടിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ നോക്കിയിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ബീഫ് ആയതുകൊണ്ട് ഇഞ്ചി കുറച്ച് അധികം ഇട്ടാലും കുഴപ്പമില്ല, കാരണം ബീഫിൽ ഇഞ്ചി നിർബന്ധമായും ഇടണം. അപ്പോൾ അതൊന്ന് ചതച്ചിട്ട് നന്നായിട്ടൊന്നങ്ങ് കുത്തിയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ട് നുറുക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഒരു കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ അതേപോലെ 2-3 ഏലക്കായ, അതുപോലെ 3-4 ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം. ഒരുപാട് വേറെ സ്പൈസസ് ഒന്നും വേണ്ട. ഈ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതന്നെയാണ് വേണ്ടത്. അതൊരളവിന് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ അതേപോലെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഉള്ളി അരിഞ്ഞിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഉള്ളിയുടെ സൈസ് അരിയുന്നതിൻ്റെ സൈസൊന്നും പ്രശ്നമാക്കണ്ട, കാരണം ഇതൊക്കെ ബീഫിലങ്ങ് വെന്ത് വരുമ്പോൾ അടിഞ്ഞു പോകുമല്ലോ. പിന്നെ ഇതിലേക്ക് മുങ്ങുന്ന കണക്കിനുള്ള വെള്ളം, ബീഫിന് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും ഒരു തക്കാളി അരിഞ്ഞതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ചിക്കൻ്റെയോ ബീഫിൻ്റെയോ ഒക്കെ സൂപ്പ് ഉണ്ടാക്കിയിട്ട് കുടിക്കുക എന്നുള്ളത്. ഉണ്ടാക്കാൻ ഒരുപാട് മെനക്കേടൊന്നുമില്ല. ഇങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് അങ്ങ് വേവിച്ചെടുത്തിട്ട് പിന്നെ കുഞ്ഞുള്ളി തൂങ്ങിച്ചങ്ങ് ഇടുകയാണ് ചെയ്യുക. കോൺഫ്ലവർ മിക്സ് ഒന്നും ഇടാത്തൊരു സിമ്പിൾ സൂപ്പാണിത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്തിട്ട് ഇനി ഒന്ന് നന്നായി മിക്സാക്കിയിട്ട് ഈ ബീഫ് വേവുന്നത് വരെ നമുക്കിതൊന്നങ്ങ് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി ഒരു 4-5 വിസിൽ വരുന്നത് വരെ ഈ ബീഫ് അങ്ങ് ഞാനിപ്പം വേവിച്ചെടുക്കാൻ പോവാണ്. എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഈ സൂപ്പിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ മൊമോസ് ഉണ്ടാക്കിയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ബ്രെഡ് മുക്കിയിട്ട് അങ്ങനെ തിന്നാം. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് എന്താണോ ഇഷ്ടം എന്നനുസരിച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു മൊമോസാണ് ഉണ്ടാക്കുന്നത്. മൊമോസ് എന്ന് പറയുന്നത് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു സാധനമാണ്, നമുക്ക് ഉണ്ടാക്കാൻ ഈസിയാണ്. സാധാരണ നമ്മൾ മൈദ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നുണ്ടല്ലോ, അതേപോലെ കുഴച്ചെടുക്കാം. മൈദയിലേക്ക് ഞാനിപ്പോൾ ഇത് മാവ് കുഴച്ചെടുത്തതിന് ശേഷമാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. 1 കപ്പ് മൈദയിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഞാൻ അരി പൊടിച്ചെടുത്ത അരിപ്പൊടിയാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കെന്ന പോലെ അങ്ങ് കുഴച്ചെടുക്കാം. എന്നിട്ട് കുഴച്ചെടുത്ത ശേഷം നെയ്യോ എണ്ണയോ ഒന്ന് മുകളിൽ ഒന്നുകൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആക്കിയെടുക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ ബോളാക്കിയിട്ട് പരത്തിയെടുക്കുമ്പം നമുക്ക് വേണ്ടുന്ന ഷേപ്പിനനുസരിച്ചിട്ട് പരത്തിയെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇതൊരു റോസിൻ്റെ ഷേപ്പിലാണ് മൊമോസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നീളത്തിൽ റെക്റ്റാങ്കിളായിട്ടാണ് പരത്തിയെടുത്തത്. അപ്പോൾ ആ ഒരു ഷേപ്പ് കിട്ടാനായിട്ട് 4 ഭാഗവും സൈഡൊക്കെ അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ റെക്റ്റാങ്കിൾ ഷേപ്പിന് നമുക്കൊരു റോസ് എത്ര വലിപ്പം വേണോ അതിന് കണക്കായിട്ടുള്ളൊരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നീളത്തിൽ അങ്ങ് മുറിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കൊരു റോസിൻ്റെ വലിപ്പം എത്രയാണ് വേണ്ടത് അതിന് കണക്കായിട്ട് നീളത്തിൽ അങ്ങ് കട്ട് ചെയ്തിട്ട് ഓരോന്നിൻ്റെയും നടുവിലായിട്ട് മസാല ഫിൽ ചെയ്ത് കൊടുക്കണം. ചിക്കൻ മസാലയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയത്. സാധാരണ ഇറച്ചിപ്പത്തിലിനൊക്കെ ഉണ്ടാക്കുന്ന മസാല ഉണ്ട്, അപ്പോൾ അതാണ് ഞാൻ എടുത്തത്. എന്നിട്ട് അത് ഇതേപോലെ നീളത്തിൽ അങ്ങ് വെച്ച് കൊടുക്കാം. മുഴുവനായിട്ട് അങ്ങ് വെക്കണമെന്നില്ല, ഒരു പകുതി ഭാഗത്തോളം അങ്ങ് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനിയിപ്പം ഈ മസാല ഒന്ന് കവറാക്കിയിട്ട് ഒന്നങ്ങ് മൂടി കൊടുക്കാം. ഇതേപോലെ അങ്ങ് മൂടി വെക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സൈഡിൽ നിന്ന് അങ്ങ് ചുരുട്ടിയെടുക്കണം. അപ്പോൾ മസാല ഇട്ട ഭാഗത്ത് നിന്ന് അങ്ങ് ചുരുട്ടി എടുക്കാം. അപ്പം മസാല പുറത്തേക്ക് പോകാത്ത വിധത്തിൽ ഒന്നങ്ങ് ജസ്റ്റ് സൈഡൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പെറ്റൽസ് മുകളിൽ ആ പെറ്റൽസിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ സൈഡ് മാത്രം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ചുരുട്ടിയെടുക്കാം. കണ്ടോ, ഇതേപോലെ കണ്ടോ, ഇതിപ്പോൾ ഒരു റോസിൻ്റെ ഷേപ്പായി കിട്ടിയിട്ടില്ലേ.
ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇത് കുറച്ച് വലിയ സൈസാണ്, ഇതിലും കുറച്ച് ചെറിയ ചെറിയ സൈസിലാണ് മൊമോസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ വേണമെന്നൊന്നുമില്ല, മൊമോസ് നമുക്ക് പല ഷേപ്പിലും ഉണ്ടാക്കാം. സാധാരണ നമ്മൾ ഈ തലശ്ശേരി മാഹിക്കാരൊക്കെ ഉണ്ടാക്കുന്ന കോയടൻ്റെ ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയിട്ട് വേവിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അല്ലാതെ ബോളാക്കിയെടുക്കാം, ഒരു ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് അതിൽ മസാല നിറച്ചിട്ട് അങ്ങനെ ബോളാക്കിയെടുക്കാം. അതൊക്കെ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഒന്ന് ട്രൈ ചെയ്തു എന്നേ ഉള്ളൂ ഇതേപോലെ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പം ശ്രദ്ധിക്കേണ്ടത്, മസാല ഏതായാലും നമുക്ക് ചിക്കൻ തന്നെ വേണമെന്നില്ല, പ്രോൺസ് വെക്കാം, ബീഫ് വെക്കാം, അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മസാലയൊക്കെ മാറ്റാം. അപ്പം മസാല ഏത് തന്നെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും മുഴുവനായി വെക്കണമെന്നില്ല, ഒരു പകുതി ഭാഗത്തേക്ക് വെച്ചാൽ മതി. പിന്നെ അതേപോലെ കുറേ വെക്കണമെന്നില്ല, ഇതേപോലെ ചുരുട്ടിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ കുറച്ച് വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഞാനിപ്പോൾ എല്ലാ മൊമോസും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചൊരു എന്താ പറയുക, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം കുറച്ച് ബീട്രൂട്ട് ഉണ്ടായിരുന്നു, അതിൻ്റെ ആ ഒരു ജ്യൂസ് ഇതേപോലെ ഒന്ന് മുകളിലൊന്നിങ്ങനെ ആ ഒരു റോസ് പെറ്റൽസിൻ്റെ ആ ഒരു കളർ ജസ്റ്റ് ഒന്ന് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ അതുണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ പ്ലെയിനായിട്ട് ചെയ്യാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നന്നായിട്ടൊന്നങ്ങ് സ്റ്റീം ചെയ്തെടുക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് തിളച്ച വെള്ളത്തിലിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം, ഈ നൂഡിൽസൊക്കെ വേവിച്ചെടുക്കുന്നത് പോലെ. ഞാനിപ്പോൾ ഇത് ആവി കയറ്റിയെടുക്കുകയാണ്, സാധാരണ നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ. അപ്പം സ്റ്റീമറിലെ വെള്ളം ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഓരോ മൊമോസും നമുക്കിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ആ മൊമോസ് വെക്കുന്നതിന് മുമ്പ് ആ തട്ടൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കാരണം ഒട്ടിപ്പിടിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് മാക്സിമം ഒരു 10 മിനിറ്റ് നമുക്ക് ആവി കയറ്റി വേവിച്ചെടുക്കാം. അപ്പം അതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതവിടെ വേവുന്ന സമയത്തേക്കും നമുക്ക് ഈ ബീഫ് സൂപ്പ് ഒന്ന് ഉള്ളി തൂയിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാത്രം ചൂടാക്കിയിട്ട് 2 ടീസ്പൂണോളം ഓയിലും 2 ടീസ്പൂൺ നല്ല നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 5-10 കുഞ്ഞുള്ളി അരിഞ്ഞിട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ബീഫും ചിക്കനൊക്കെ ഉള്ളി തൂയിച്ചിടുന്ന നേരം കുഞ്ഞുള്ളിയിൽ തൂയിക്കുമ്പം നല്ല ടേസ്റ്റാണ്. അപ്പം സാധാരണ ഉള്ളി എടുക്കാം, വലിയ ഉള്ളി എടുക്കാം, എന്നാലും ആ ഒരു ചെറിയ ഉള്ളിയിൽ തൂയിക്കുന്നതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 5-10 കുഞ്ഞുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് മൂപ്പിച്ചെടുക്കണം, ചെറുതായിട്ട് കളറ് മാറി വരണം. അപ്പോൾ അതുവരെ ഒന്നങ്ങ് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിപ്പം ബീഫ് ആയതുകൊണ്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. എൻ്റെ അടുത്ത് ഇപ്പം പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പം ഹോൾ ജീരകം ഈ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടങ്ങ് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് എണ്ണയിലിട്ടൊന്നങ്ങ് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ എല്ലാം ഇപ്പോൾ എണ്ണയിൽ നന്നായിട്ട് അങ്ങ് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചിട്ടുള്ള ആ ബീഫിൻ്റെ സൂപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പം ഇതിലേക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് കോൺഫ്ലവറിൻ്റെ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല, കാരണം ഇത് തന്നെ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെയാണ് ഇവിടെ നമ്മളൊക്കെ ഉണ്ടാക്കാറ്. അപ്പം ഇനി ഇത് എല്ലാം ഒന്ന് മിക്സാക്കിയ ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കണം. ഒരു തിള വന്നു കഴിഞ്ഞാൽ നമുക്കിതങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വേണോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഒരു 5 മിനിറ്റോളം വെച്ചപ്പോൾ തന്നെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞിട്ട് അങ്ങ് വിതറി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടോടെ മൊമോസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ റൊട്ടിയുടെ കൂടെയോ ഒക്കെ സെർവ് ചെയ്യാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് സൂപ്പും ചിക്കൻ മൊമോസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു തണുപ്പ് കാലത്ത് ഇങ്ങനെയുള്ളതൊക്കെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും എല്ലാവർക്കും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയും. അപ്പം അതേ മെത്തേഡിൽ തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ്റെ സൂപ്പും ഉണ്ടാക്കിയത്. ചിക്കൻ കുറച്ച് പീസ് എല്ലോട് കൂടിയിട്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു 5-6 പീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരത്തെ ഞാൻ ബീഫിലിട്ട കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട്. ഇഞ്ചി ഒരുപാട് ചേർത്തിട്ടില്ല എന്നേ ഉള്ളൂ, കുറച്ചൊരു ടീസ്പൂണോളം ഇഞ്ചി ചേർത്തിട്ടുന്നേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ സെയിമാണ്. പിന്നെ ആ കണ്ടത് ബേ ലീഫിൻ്റെ തണ്ടാണ്, അത് നല്ല സ്മെല്ലാണ്. അത് പൊടിച്ചിട്ടൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. കിട്ടുമെങ്കിൽ അത് പൊടിച്ച് വെക്കുക. കാരണം ഭയങ്കര എന്താ പറയുക, നമ്മൾ ഈ അരിയിലൊക്കെ കൂട്ടുമ്പം ഈ നെയ്പ്പത്തലിന് കക്കറൊട്ടിക്ക് ഒക്കെ അരിയിൽ കൂട്ടാൻ ഭയങ്കര നല്ലൊരു സ്മെല്ലുണ്ട്. അപ്പം അത് കിട്ടുവാണെങ്കിൽ ഒന്നങ്ങ് പൊടിച്ച് വെക്കുക.
ഇതിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബീഫ് വേവിച്ചതുപോലെ തന്നെ നന്നായിട്ടങ്ങ് വേവിച്ചെടുക്കണം. നമ്മൾ കറിയിൽ വേവിക്കുന്നത് പോലെയല്ല, അതിലും നന്നായിട്ട് വെന്തിട്ട് ഇങ്ങനെ അല്ലി പോലെ നൂല് പോലെ ആയിട്ട് വരണം. ഒന്നിങ്ങനെ നമ്മൾ സ്പൂൺ കൊണ്ട് ചിക്കൻ തൊടുമ്പോഴേക്കും അങ്ങനെ അങ്ങ് വെന്തിട്ട് വരണം. അപ്പോൾ സാധാരണ നമ്മൾ കറിയിൽ 2 വിസിലാണ് വേവിക്കുന്നതെങ്കിൽ ഒരു 4 വിസിലിനങ്ങ് വേവിച്ചെടുക്കാം. അതായത് എല്ലിൽ നിന്നും ഈ ചിക്കൻ്റെ പീസൊക്കെ ഒന്ന് അടർന്നിട്ട് അങ്ങ് വരുന്ന വിധത്തിൽ അങ്ങ് വേവിച്ചെടുക്കാം. ഇതിപ്പം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കുക്കർ അടച്ചിട്ടൊരു 3-4 വിസിലിന് ഞാനിപ്പോൾ അങ്ങ് വേവിച്ചെടുക്കും. അപ്പോൾ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. അതേ കുക്കറിലേക്ക് തന്നെ ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം നല്ല നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഈ പറഞ്ഞ പോലെ 3-4 കുഞ്ഞുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 വെളുത്തുള്ളിയും ചതച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്മെല്ലും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു ബിരിയാണി ഇല പകുതി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് ഈ നെയ്യിലൊന്നങ്ങ് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ വേവിച്ച ആ ചിക്കൻ്റെ സൂപ്പ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഒന്നിത് തിളച്ച് വരണം. നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഈ നെയ്യിലേക്ക് ഈ ഉള്ളി മൂപ്പിച്ച ആ നെയ്യിലേക്ക് ഇട്ടപ്പോൾ തന്നെ നല്ലൊരു മണമുണ്ട്. ആ ഒരു ടെംപ്റ്റിങ് സ്മെല്ലാണിത്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. കാരണം ആ ഒരു പെപ്പറിൻ്റെ ആ ഒരു ടേസ്റ്റ് കുറച്ചധികം കിട്ടുന്നത് നല്ലതാണ് ഈ ഒരു സൂപ്പിനൊക്കെ. ഇനി എല്ലാം നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്നങ്ങ് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടോടെ ഇതങ്ങ് കുടിക്കാം. അപ്പം ഇത് നമുക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് കോൺഫ്ലോറിൻ്റെ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെയും നമുക്ക് സൂപ്പ് ഉണ്ടാക്കാം. ഞാനിപ്പം അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. രണ്ടിലും പ്ലെയിനായിട്ട് തന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡ് തന്നെയാണ് നിങ്ങൾക്കും ഇപ്പോൾ കാണിച്ചു തന്നത്. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കിയിട്ട് ബൗളിലേക്ക് ഇട്ടിട്ട് അങ്ങനെ അങ്ങ് കുടിക്കാം. അപ്പം ഇത് നമുക്ക് വേണമെങ്കിൽ മൊമോസിൻ്റെ കൂടെ കഴിക്കാം, ബ്രെഡിൻ്റെ കൂടെ കൂട്ടാം. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട്. എന്താ പറയുക, ബന്ന് അല്ലെങ്കിൽ ബ്രെഡൊക്കെ കൂട്ടിയിട്ട് തിന്നാൻ ഈ സൂപ്പ് ഭയങ്കര ടേസ്റ്റാണ്. നല്ല ആ ഒരു ബ്രെഡ് മുക്കി തിന്നുക, അതിൻ്റെ കൂടെ കുറച്ച് സൂപ്പ് കുടിക്കുക. വാവ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പാണ്. അപ്പം ഇന്ന് ഞാൻ കാണിച്ച 2 സൂപ്പും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ നിങ്ങളിതെന്തായാലും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. എന്തായാലും ഈ ബീഫും ചിക്കനൊക്കെ ഇഷ്ടമുള്ളവർക്ക്, പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ ഇതുണ്ടാക്കി കൊടുക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും അത് ചെയ്യണം. എന്നിട്ട് വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോസ് കാണണേ. അപ്പം അതിനടുത്തുള്ള ആ കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും അപ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കിട്ടും. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക, പ്രോത്സാഹിപ്പിക്കുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം, ഈ ചാനലിൻ്റെ വിജയം. അപ്പോൾ എന്താ ചെയ്യുക, പുതിയ റെസിപ്പിയുമായി നമുക്ക് ഇനിയും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം മൈമൂൺസ് കിച്ചൺ. താങ്ക് യു.